അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഓരോ കുത്തുബകൾ നമ്മൾ കേൾക്കുമ്പോഴും ഓരോ സംസാരം പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളതാണ് പ്രവാചകൻ്റെ മേലുള്ള സലാത്ത്. അതുപോലെ നമുക്കറിയാം, ബാങ്ക് വിളിക്കുന്ന സമയത്ത് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഈ ബാങ്ക് വിളിക്കുന്ന വ്യക്തി മുഅസ്സിൻ പറയുന്ന സമയത്ത് നമ്മളത് അതേപോലെ പറയുന്നു. അവിടെ പറയുന്നത്, തീർച്ചയായും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. റഫഅനാ ലക ദിക്റക, പ്രവാചകരെ അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ പ്രവാചകൻ്റെ സ്മരണ ഓരോ സന്ദർഭത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ പണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളും നമസ്കാരത്തിൽ പോലും നമുക്കറിയാം ഇബ്രാഹിമിയ സലാത്ത്, ആ പ്രവാചകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ആ സലാത്തിൽ നമ്മൾ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അവിടെ പറയുന്നത്, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിന് നീ ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിന് നീ അനുഗ്രഹം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിന് നീ അനുഗ്രഹം ചെയ്തതുപോലെ നിശ്ചയം നീ സുത്യനും മഹത്വമേറിയവനുമാണ്. ഇവിടെ ഓരോ സന്ദർഭത്തിലും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് ഈ ഒരു സന്ദർഭം മാത്രമല്ല, മറിച്ച് ബാങ്കിൻ്റെ ശേഷം നമ്മൾ ദുആ ചെയ്യാറുണ്ട്, ബാങ്കിൻ്റെ ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ പറയുന്നത്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദ് ലദി വസീലത്തുൽ ഫാദില, വസീല ഫാദില എന്ന സ്ഥാനം മുഹമ്മദ് നബിക്ക് നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ ഓരോ ആളുകളും ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രവാചകൻ്റെ ശ്രേഷ്ഠത കുറയുകയല്ല, മറിച്ച് പ്രവാചകന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ട് തന്നെ ലോകർക്ക് മുഴുവനും ആയിക്കൊണ്ടാണ്, ഇനി വരാനിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവനും ആകമാനമുള്ള പ്രവാചകൻ ആണ് ആര്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ അവരെല്ലാം ആ അതത് സമുദായത്തിലേക്കുള്ള പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുള്ള വേദഗ്രന്ഥങ്ങളും അതത് സമൂഹത്തിലുള്ളവർക്ക് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള മനുഷ്യർക്ക് ആകമാനമുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അതുപോലെ ഈ പ്രവാചകനും ലോകത്തിന് ഇനിയുള്ള മനുഷ്യർക്ക് ആകമാനമുള്ള പ്രവാചകനാണ്. പ്രവാചകൻ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല ലോകർക്ക് മുഴുവനും കാരുണ്യവാനായിക്കൊണ്ടല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ, നമുക്കറിയാം പ്രവാചകന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ആ പ്രവാചകനെ നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നത്, ആ പ്രവാചകനെ സംബന്ധിച്ചാണ് നമ്മൾ ദിനംപ്രതി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകനെ സംബന്ധിച്ചാൽ നിസ്കാരത്തിൽ നമ്മൾ ഇബ്രാഹിം സ്വലാത്തിൽ നിന്ന് ബാങ്കിന് ശേഷം പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, ഒരുപാട് പദവികൾ നമുക്കറിയാം. പ്രവാചകനെക്കുറിച്ച് പറയപ്പെടാത്ത ദിനങ്ങളുണ്ടാവില്ല, അത്രയും മാത്രം പ്രവാചകൻ പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും പല കോപ്രായങ്ങളും ആളുകൾ കാണിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ പ്രവാചകനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക എന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ അങ്ങനെ നമസ്കരിച്ചു. പ്രവാചകൻ പറഞ്ഞല്ലോ, സല്ലു ഖമാ റമൈതുമൂനി ഉസല്ലി, ഞാനെങ്ങനെ നമസ്കരിക്കും നിങ്ങൾ കണ്ടുപോകും, നിങ്ങൾ അതുപോലെ നമസ്കരിക്കണം. അതുപോലെ പ്രവാചകൻ വലത് കാല് കൊണ്ട് ചെരുപ്പ് ആദ്യം ഇട്ടു, പിന്നെ വലത് കാലിട്ടു, എങ്ങനെ ഓരോ കാര്യങ്ങൾ, ബാത്റൂമിൽ എങ്ങനെ പ്രവേശിച്ചു, തൻ്റെ ഭാര്യമാരോട് എങ്ങനെ ഇടപഴകി, എങ്ങനെയാണ് ഓരോ സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചത്, ഓരോ ദുആകളും ദിക്റുകളും ഏത് സമയത്ത് എങ്ങനെ ചെല്ലാനാണ് പഠിപ്പിച്ചത്, നിസ്കാരശേഷം എന്താണ് പ്രവാചകൻ ചെയ്തത്, അങ്ങനെ A to Z പ്രവാചക ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സകല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുകയും അതെല്ലാം സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ പ്രവാചകൻ്റെ സഹിയായ വചനങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കത് ലഭിക്കേണ്ടത്ര രീതിയിൽ അത് സംക്ഷിപ്തമായി നിലകൊള്ളുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ വചനങ്ങൾ. അപ്പോൾ ഈ പ്രവാചകനെ പുകഴ്ത്തുന്ന ആളുകൾ പ്രവാചകനെ ഒരുപാട് പുകഴ്ത്തി, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ അധികമായി പുകഴ്ത്തരുത്, ജൂതന്മാർക്കും ക്രൈസ്തവർക്കും സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്. പ്രവാചകൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ്റെ ആ മരണാസന്നമായ സമയത്തുള്ള സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആ സന്ദർഭങ്ങൾ നമുക്ക് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പറയുന്നത് പ്രവാചകൻ, ലഹനല്ലാഹു യഹൂദ വൻ നസാറ, ജൂത ക്രൈസ്തവർക്ക് ശാപം, ലഹനല്ലാഹ് ശപിച്ചിരിക്കുന്നു യഹൂദ വൻ നസാറ, ജൂതന്മാരെയും ക്രൈസ്തവർ, ഇത്തഹദു ഖുബൂറ അംബിയാഹു മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്ന്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഖബറിനെ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ, മുമ്പുള്ള സമുദായം ആ പ്രവാചകന്മാർ അവർ അധികമായി ആദരിക്കുകയും അധികമായി ബഹുമാനിച്ച് ആദരിച്ച് ആ പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഉസൈർ ഇബ്നുല്ലാ, അള്ളാഹിൻ്റെ പുത്രനാണ് ഉസൈർ അലി ഇസ്ലാമിനെ കുറിച്ച് അവർ പറഞ്ഞു. അതുപോലെ ഈസാ നബി അലി ഇസ്ലാമിനെ കുറിച്ച് അവർ പറഞ്ഞില്ല, ഈസാ ഇബ്നുല്ലാ, ഈസാ അള്ളാഹിൻ്റെ പുത്രനാണെന്ന് പറയുകയും ഈസാ നബി അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ആ ഈസാ നബിയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രവാചകൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈസബിന് മറിയമിനെ അവർ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, അവർ അതിൽ ആ പ്രവാചകന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ അതിര് കവിയരുത്. ഇപ്പോൾ മൂസാ നബിൻ്റെ ജനത ജൂതന്മാർക്ക് സംഭവിച്ചത് എന്താ? അവർ പ്രവാചകന്മാർ നിന്ദിച്ചു, പ്രവാചകന് ഒരു വിലയും നിലയും നൽകാതെ, അല്ലെങ്കിൽ പ്രവാചകൻ്റെ വാക്കുകൾ അനുസരിക്കാതെ, പ്രവാചകനെ അവർ ആദരിക്കാതെ ബഹുമാനിക്കാതെ അങ്ങനെ വിട്ടതാണെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് സംഭവിച്ചത് അവർ ആദരിച്ച് അനാദരവിലേക്ക് എത്തി അധികമായി പോയി. അവർ അള്ളാഹിൻ്റെ പുത്രൻ എന്ന് പറയുന്നിടത്തേക്ക് എത്തിപ്പോയി. ആ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഒരു മുസ്ലിമിനും തർക്കമില്ല. ആ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനും പാടില്ല. കാരണം എന്താ? ഈസാ നബിനെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈസാ നബിനെ പ്രാർത്ഥിക്കുന്നവർ തന്നെ പറയുന്നത് അള്ളാഹിൻ്റെ പുത്രനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കർശനമായി ഖുർആനിൽ പറയുന്നു. ഈസാ നബിയാണ് അങ്ങനെ ഒരു പിതാവില്ലാതെ സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അതിനെ ആരാധിക്കുകയാണെങ്കിൽ, ഈസാ നബി ആരാധിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹൻ ആദം നബി അലൈഹി ഇസ്ലാമാണ്. കാരണം എന്താ? ആദമിൻ്റെ ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് പിതാവില്ല മാതാവില്ലാതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അതുപോലെ ഈസാ നബി എന്താണ്? അള്ളാഹുവിൻ്റെ ഒരു ദാസൻ മാത്രമാണ്, ഒരു പ്രവാചകൻ മാത്രമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഈസാ നബി അലൈഹി സ്വലാമിന് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അദ്ദേഹത്തിലൂടെ നമുക്കറിയാം, അദ്ദേഹം അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷിയെ ജീവിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ മരിച്ച പക്ഷിയെ. അതുപോലെ അവർ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇമ്രാനിൽ ഈസാ നബിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു സൂറത്തിൽ തന്നെ, സൂറത്ത് മറിയമിൽ വിശദമായി തന്നെ ഈസാ നബിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്ത് മാഇദയിൽ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചതായിട്ടുള്ള സന്ദർഭങ്ങൾ ബിഇസ്നില്ലാഹ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മരിച്ചവരെ ജീവിപ്പിച്ചു എന്നുള്ള മുഅ്ജിസത്ത് അദ്ദേഹത്തിലൂടെ പ്രകടമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പക്ഷേ എന്നിട്ടും ആ പ്രവാചകനെ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രവാചകനോട് സഹായം ചോദിക്കാനോ പ്രവാചകനോട് പ്രാർത്ഥിക്കാനോ ഒന്നും പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പുകഴ്ത്തി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം. പല മൗലൂദുകളിലും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വചനങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി പ്രവാചകരെ, ഒരുപാട് തെറ്റുകൾ ഞങ്ങളിൽ സംഭവിച്ചു പോയി, ഞങ്ങളെ പാവങ്ങൾക്ക് പ്രവാചകർ അങ്ങല്ലാതെ ആരാണുള്ളത് എന്നുള്ള വചനങ്ങൾ ഈ മൗലീദ് കിതാബുകൾ ഉള്ളതായി കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. പ്രവാചകൻ പറഞ്ഞു ദുആ വൽ ഇബാദ, ദുആ അത് തന്നെയാണ് ആരാധന. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ പറഞ്ഞു ആരാധനയുടെ മജ്ജയാണ്, ആരാധനയുടെ മജ്ജ, അതായത് ആരാധനയുടെ മുഖ്യ ഭാഗം സെൻറ്ററാണ്, സെൻറ്റർ ഭാഗം എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതുപോലെ ആരാധനയുടെ മജ്ജയാണ് പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ നിരവധി പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ കാണുക റബ്ബി, റബ്ബന, അല്ലാഹുമ്മ എന്നതല്ലാതെ ഒരു പ്രവാചകനോടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എല്ലാ പ്രാർത്ഥനകളും എല്ലാ തേട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമ്മൾ തേടേണ്ടത്. ഒരു സഹാബികൾ പറഞ്ഞല്ലോ, ഒരു ചെരുപ്പിൻ്റെ ബാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്ന്. ഇപ്പോൾ പല ആളുകളും അല്ലാഹുവില്ലാത്ത വിളിക്കുന്ന പല ആളുകളും നമുക്ക് കാണാം. ഇപ്പോൾ ഷെയ്ഖ് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നവരുണ്ട്, റിഫായ് ഷെയ്ഖിനെ വിളിക്കുന്നവരുണ്ട്, മമ്പുറം തങ്ങളെ വിളിക്കുന്നവരുണ്ട്, ഉള്ളാളം തങ്ങളെ വിളിക്കുന്നവരുണ്ട്. ഉള്ളാളം പിന്നെ CM മടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. അവരിലാണ് എല്ലാ ഖൈറും നമുക്ക് വന്നു ചേരുന്നതെന്നും അവരെ കൊണ്ടാണ് നമുക്ക് ഖൈറുണ്ടാകുന്നതെന്നും നാളെ മരിച്ചാലും അവരെ കൊണ്ടാണ് ഖൈറും ചെറും തീരുമാനിക്കപ്പെടുന്നതെന്ന് എന്ന് വരെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇവരെയൊക്കെ നേതാവായ പ്രവാചകനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ പ്രവാചകനോട് പോലും ഈസാ നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. മറിയം ബീവിനെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താ നമ്മളെ അഭിപ്രായം? മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവർക്ക് കഴിവില്ലാതെ കൊണ്ടോ അവർ മോശമായ ആളുകളായതുകൊണ്ടോ അല്ല, മറിച്ച് എത്ര വലിയ വലിയായാലും എത്ര വലിയ സഹാബി ആയാലും എത്ര വലിയ പ്രവാചകന്മാരായിരുന്നാൽ പോലും നമ്മൾ അവരോട് പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ പാടില്ല. മറിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, ഏത് ഭാഷയിൽ ഇപ്പോൾ നമുക്കറിയാം മക്കയിലൊക്കെ കൂടുന്ന സമയത്ത് എത്രയെത്ര ജനലക്ഷങ്ങളാണ് അവിടെ കൂടുന്നത്. എന്നിട്ട് എത്രയോ ഭാഷകൾ കൊണ്ട് ആയിരം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കൈ ഉയർത്തി ഒരേ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ സമയത്ത് ആ പ്രാർത്ഥന കേൾക്കാനും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനും കഴിവുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവനോട് മാത്രമാണ് നമ്മുടെ സഹായങ്ങൾ നമ്മൾ നടത്തേണ്ടത്. അത് എല്ലാ ഭാഷകൾ അറിയാനും എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചാലും ഒരുപോലെ എല്ലാവരും ഒന്ന് ചോദിച്ചാലും അത് നൽകാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നാം പറഞ്ഞു പ്രവാചകന്മാർക്ക് പരിധികളുണ്ട്. പ്രവാചകന്മാരെ ഒരിക്കലും ആരാധിക്കാൻ പാടില്ല, പ്രവാചകനോട് സഹായം ചോദിക്കാൻ പാടില്ല. നമ്മൾ സഹായം ചോദിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. ചില മൗലിയാക്കന്മാർ അല്ലെങ്കിൽ ചില മൗലവിമാർ എന്ന് പറയുന്ന ആളുകൾ പറയുന്നതായി കാണാം, പ്രവാചകനോട് പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ മരിച്ചുപോയ ഷെയ്ഖ് മൊയ്തീൻ ഷെയ്ഖിനോടോ അല്ലെങ്കിൽ ഉള്ളാളം തങ്ങളോടോ മമ്പുറം തങ്ങളോടോ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാനാണ്.
അല്ലാതെ ഈ പണ്ഡിതന്മാർ പറയുന്നത് പോലെയല്ല. എത്രയോ സ്ഥലത്ത് ഇപ്പോൾ നിരവധി പ്രാർത്ഥനകൾ, ഇപ്പോൾ നമുക്കറിയാം ഏത് സന്ദർഭത്തിലാണ് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നത്. നമുക്കറിയാം, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ കയറുമ്പോൾ, ഓരോ പ്രാർത്ഥനയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഓരോ സന്ദർഭത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ നമ്മളോട്. എല്ലാ പ്രാർത്ഥനകളും എല്ലാ തേട്ടങ്ങളും ഇവിടെ അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബന എന്ന പ്രാർത്ഥന, അതുപോലെ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട അദ്കാറുകൾ, നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹദീസുകളുടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്ന പ്രാർത്ഥനയല്ലാതെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് മറ്റൊരാളോട് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എവിടെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരോട് പ്രാർത്ഥിക്കേണ്ടത്? ചിലപ്പോൾ ചില ആളുകൾ പറയും, നമ്മളങ്ങനെ ഡയറക്റ്റ് പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പാവികളാണ്, ദോഷികളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക. മറിച്ച് ആരെങ്കിലും വലിയ ഷെയ്ഖിൻ്റെ മൂലമാകുമ്പോൾ നമുക്കിപ്പോൾ ചില ആളുകൾ പണ്ടൊക്കെ ഉദാഹരണം പറയാൻ, അതാ കറണ്ട് എടുക്കുന്ന ഡയറക്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ മന്ത്രിമാരോട് ഡയറക്റ്റ് അല്ലല്ലോ സംസാരിക്കുന്നത്, ഇടയ്ക്കുള്ള ആളുകളോടല്ലേ ഇടയാളന്മാർ ആവശ്യമില്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് ഇടയാളന്മാരിൽ ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് പ്രവാചകൻ്റെ കാലശേഷം ഒരുപാട് കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ നിരവധി അതുപോലുള്ള സ്വഹാബികൾ, ഒരുപാട് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരാരും തന്നെ പ്രവാചകൻ്റെ കബറെടുത്ത് പോവുകയോ ഒരു പ്രശ്നം വരുന്ന സമയത്ത് യുദ്ധം പോലും ഉണ്ടായില്ല സ്വഹാബികൾ തമ്മിൽ. ആ സമയത്ത് പോലും പ്രവാചകൻ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി ചോദിക്കുകയോ തേടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ 40 വർഷം ജീവിച്ച് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ ഒരു അവസരത്തിൽ പോലും ഒരു പ്രയാസം വരുമ്പോൾ പ്രവാചകനോട് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം അവരെല്ലോടെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കണം, അള്ളാഹുവോട് സഹായം ചോദിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ല, നീ എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവോട് ചോദിക്കുക, ഫസ്സലില്ല, നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്കാർക്കും മനുഷ്യർക്ക് സാധിക്കില്ല. അതുപോലെ ഒരു 2 പർവ്വതങ്ങൾക്കിടയിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലേ നിനക്കത് കിട്ടൂ, അല്ലെങ്കിൽ 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലേ നിങ്ങൾക്കത് കിട്ടൂ. ഇനി അടുത്തൊരു സുഹൃത്ത് ഉദാഹരണം പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് അദ്ദേഹം പറയുകയാണ്, ഉള്ളം കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ വായിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, അതത്ര പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമ്മുടെ വായിലേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം നമ്മൾ ഏതൊരു വിഷയവും ഏതൊരു പ്രശ്നവും പ്രയാസവും വരുമ്പോഴും, പല ആളുകളും ചെറിയ പ്രശ്നവും ചെറിയ പ്രയാസം വരുമ്പോൾ അള്ളാഹുവിലേക്ക് പല തങ്ങന്മാരടുത്ത് പോവുകയും അല്ല പല ഔലിയാക്കളടുത്ത് പോവുകയും മാറി പല സിയാറത്ത് കേന്ദ്രങ്ങളിൽ പോകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അവിടേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ആശ്വാസമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മറിച്ച് അവർക്കൊന്നും ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവർ മരിച്ചുപോയി. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, പ്രവാചകരെ താങ്കൾക്ക് അവർ കേൾപ്പിക്കാൻ കഴിയില്ല, പിന്നെ അങ്ങനെ നമുക്ക് കഴിയും? അവർ മരിച്ചുപോയി. അംവാതു അഹ്യാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അവർ മരിച്ചുപോയി, അവർ ജീവിച്ചിരിക്കുന്നവരല്ല, അവർ കേൾക്കുകയില്ല, അവർ കാണുകയില്ല. അവർ അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് ഏറ്റവും ഹൈറായ ആളുകൾ. അവരോടാണ് നമ്മൾ ചോദിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റും. കടം ചോദിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഗൈബിയായ കാര്യങ്ങൾ, നമുക്കൊരു കുട്ടിയില്ല, നമുക്കൊരു ജോലിയില്ല, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പ്രയാസമുണ്ട് നീക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് ചോദിക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകളോട് ചോദിക്കുന്ന ആളുകൾ, തേടുന്ന ആളുകൾ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന ശിർക്ക് ലദുൽമുൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ലുഖ്മാനിൽ, തീർച്ചയായും പൊന്നുമോൻ അത് വലിയ പാവമാണ് ശിർക്ക് എന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാവം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചത് എന്താണ്? അത് ശിർക്കിനെ സംബന്ധിച്ചാണ്. ബാക്കി എല്ലാ പാവങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. അത് വ്യഭിചാരം, പലിശ പോലുള്ള ശക്തമായ വലിയ പാവങ്ങൾ വരെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അത് വധിച്ച കൊലപാതകമായിരുന്നാൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്, പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതേപോലെ ഈ ശിർക്ക് എന്ന് പറയുന്ന മഹാപാവമുണ്ടല്ലോ, അത് ഭയങ്കര ഗുരുതരമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അത് ഭയങ്കര ഗൗരവമാണ്. അതുപോലെ അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാനോ ആശ്രയിക്കാനോ അവരെ പിന്നെ എന്തെങ്കിലും സഹായം നമുക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കാനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകേണ്ടത് അള്ളാഹുവിനാണ് എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ശിർക്കിൽ നിന്നൊക്കെ വന്നുപോയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും അതിൽ നിന്ന് മടങ്ങി നേരെയാവുകയും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പോൾ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബിദഅത്ത് ചെയ്യുന്ന ആളുകളുടെ ഗൗരവം എന്താ? ഇപ്പോൾ ദീനിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പുതുതായി കൂട്ടിക്കൂട്ടുന്ന ആളുകളുടെ വിചാരം എന്താ? ആ പ്രവാചകൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ നല്ലതാണെന്ന് കരുതി ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ മനുഷ്യൻ തയ്യാറാവില്ല. കാരണം ഞാൻ നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യുന്നതെന്നാണ് അവൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ കാണാം, അവർ വിചാരിക്കുന്ന നല്ല സൽപ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ദോഷകരമായ കാര്യങ്ങളിൽ ദുഷ്പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവരത് അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ നമ്മൾ തെറ്റായിരിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ യഥാർത്ഥ ജീവിതവും നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകുക.
അതിലൂടെ പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ മുത്തക്കിയായി യഥാർത്ഥ വിശ്വാസം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഹൃദമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.